ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ഇനി ദിവസങ്ങൾ മാത്രം ബാക്കി. ഇലക്ട്രോണിക് വോട്ടിംഗ് യന്ത്രങ്ങൾ സജ്ജം. ഹോം വോട്ടിംഗ് സംവിധാനത്തിലൂടെ ജില്ലയിൽ വോട്ട് രേഖപ്പെടുത്തിയത് 7928 പേർ. ഗുരുവായൂർ ചൂൽപ്പുറത്ത് 10 പേർക്ക് കുറുനരിയുടെ കടിയേറ്റു. പലരുടെയും നില ഗുരുതരം. പ്രദേശത്ത് കുറുനരിയുടെയും കാട്ടുപന്നിയുടെയും ശല്യം രൂക്ഷമെന്ന് നാട്ടുകാർ. പാവറട്ടി തിരുനാൾ വൈദ്യുതി ദീപാലങ്കാരത്തിന്റെ സ്വിച്ച് ഓൺ കർമ്മം നാളെ. തെക്കുഭാഗം തിരുനാൾ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തിരുമുറ്റ മെഗാ ഫ്യൂഷനും അരങ്ങേറും. വാർത്തകൾ വിശദമായി. ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടപടിക്രമങ്ങളുടെ ഭാഗമായി ഇലക്ട്രോണിക് വോട്ടിംഗ് യന്ത്രങ്ങളുടെ സജ്ജീകരണം പൂർത്തിയായി. തെരഞ്ഞെടുപ്പ് നിരീക്ഷകർ, അസിസ്റ്റന്റ് റിട്ടേണിംഗ് ഓഫീസർമാർ, സ്ഥാനാർത്ഥികൾ, ഏജന്റുമാർ തുടങ്ങിയവരുടെ സാന്നിധ്യത്തിലായിരുന്നു കമ്മീഷനിംഗ്. വോട്ടിംഗ് യന്ത്രത്തിൽ സ്ഥാനാർത്ഥികളുടെ പേരുകൾ പതിക്കലും മോക്ക് പോളിംഗുമാണ് നടന്നത്. തുടർന്ന് സീൽ ചെയ്ത യന്ത്രങ്ങൾ സ്ട്രോങ് റൂമിലേക്ക് മാറ്റി. തെരഞ്ഞെടുപ്പിനിടെ വോട്ടിംഗ് യന്ത്രങ്ങൾക്ക് തകരാർ സംഭവിച്ചാൽ പരിഹരിക്കുന്നതിന് ഭാരത് ഇലക്ട്രോണിക്സ് ലിമിറ്റഡിൽ നിന്നുള്ള എഞ്ചിനീയർമാരെ ഓരോ നിയമസഭാ മണ്ഡലങ്ങളിലേക്കും നിയോഗിച്ചിട്ടുണ്ട്. വോട്ടിംഗ് യന്ത്രങ്ങൾ 25-ന് പോളിംഗ് ഉദ്യോഗസ്ഥർക്ക് കൈമാറും. 26-നാണ് തെരഞ്ഞെടുപ്പ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിലേക്ക് ഗുരുവായൂർ നിയോജക മണ്ഡലത്തിന്റെ ബൂത്തുകളിലേക്കുള്ള വോട്ടിംഗ് യന്ത്രങ്ങളുടെ കമ്മീഷനിംഗ് നടന്നു. മണ്ഡലത്തിനുള്ള 189 ബൂത്തുകളിലേക്കായി 226 വോട്ടിംഗ് യന്ത്രങ്ങളാണ് നൽകിയിരിക്കുന്നത്. ചാവക്കാട് MRRM സ്കൂളിലാണ് ഗുരുവായൂർ മണ്ഡലത്തിലെ വിവിധ ബൂത്തുകളിലേക്ക് വോട്ടിംഗ് മെഷീനുകൾ വിതരണം ചെയ്യാൻ ഒരുക്കിയിരിക്കുന്നത്. വോട്ടിംഗ് ചെയ്യാനുള്ള സൗകര്യവും സ്കൂളിൽ സജ്ജമാക്കിയിട്ടുണ്ട്. തെരഞ്ഞെടുപ്പ് ഡ്യൂട്ടി ചെയ്യുന്നവർക്കായി ക്ലാസും നടത്തി. ഡെപ്യൂട്ടി തഹസീൽദാർ P. രാജൻ ജോസഫ് എന്നിവർ ക്ലാസിന് നേതൃത്വം നൽകി. ലോക്സഭാ തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് ഭിന്നശേഷിക്കാർ, 85 വയസ്സിന് മുകളിലുള്ള മുതിർന്ന പൗരന്മാർ എന്നീ വിഭാഗത്തിൽ ഉൾപ്പെടുന്ന ആബ്സെന്റി വോട്ടർമാരിൽ 7928 പേർ ഹോം വോട്ടിംഗ് സംവിധാനത്തിലൂടെ വോട്ട് രേഖപ്പെടുത്തി. ഏപ്രിൽ 17 വരെയുള്ള കണക്കാണ് ഇത്. ചാലക്കുടി നിയോജക മണ്ഡലത്തിലാണ് കൂടുതൽ വോട്ട് രേഖപ്പെടുത്തിയത്, 785 പേർ. ഗുരുവായൂരിൽ ആണ് കുറവ്, 335 പേർ. ജില്ലയിൽ ഭിന്നശേഷി വിഭാഗത്തിൽപ്പെടുന്ന 5988 പേർ, 85 വയസ്സിന് മുകളിലുള്ള 12507 പേർ ഉൾപ്പെടെ 18495 പേരാണ് ഹോം വോട്ടിംഗിന് അർഹരായിട്ടുള്ളത്. ഏപ്രിൽ 21 വരെ പോലീസ്, വീഡിയോഗ്രാഫർ, മൈക്രോ ഒബ്സർവർ, പോളിംഗ് ഉദ്യോഗസ്ഥർ എന്നിവർ ഉൾപ്പെടെ വീടുകൾ സന്ദർശിച്ചാണ് വോട്ട് രേഖപ്പെടുത്താൻ അവസരം ഒരുക്കുന്നത്. ഗുരുവായൂർ ചൂൽപ്പുറത്ത് 10 പേർക്ക് കുറുനരിയുടെ കടിയേറ്റു. ചൂൽപ്പുറം വാഗയിൽ റോഡിൽ പണ്ടാരത്തിൽ സുമിത്ത്, ഭാര്യ നിമിഷ, മുട്ടത്ത് വർഗീസ്, വെങ്കളത്ത് ജയരാജ്, പണ്ടാരത്തിൽ ചന്ദ്രൻ, ഭാര്യ ഷീബ, അമ്പലത്ത് വീട്ടിൽ പരീത്, പട്ടണത്ത് രവി, തെക്കേത്തറയിൽ പാർവതി, ഇവരുടെ മകൻ ശശി, ശശിയുടെ മകൻ ശബരീഷ്, ഇരിങ്ങപ്പുറം കോറോട്ട് നിതിൻ ദേവ് എന്നിവർക്കാണ് കുറുനരിയുടെ ആക്രമണത്തിൽ പരിക്കേറ്റത്. പരിക്കേറ്റവർ തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സ തേടി. മേഖലയിൽ കുറുനരിയുടെയും കാട്ടുപന്നിയുടെയും ശല്യം രൂക്ഷമാണെന്ന് നാട്ടുകാർ പറഞ്ഞു. കുറുനരിയുടെ ആക്രമണത്തിന് ഇരയായവർക്ക് നഗരസഭ അടിയന്തര സാമ്പത്തിക സഹായം നൽകണമെന്ന് പ്രതിപക്ഷ നേതാവ് KP ഉദയൻ ആവശ്യപ്പെട്ടു. പാവറട്ടി സെന്റ് ജോസഫ് തീർത്ഥകേന്ദ്രത്തിലെ വിശുദ്ധ യൗസേ പിതാവിന്റെ ഊട്ടുതിരുനാളിനോട് അനുബന്ധിച്ചുള്ള ദേവാലയ ദീപാലങ്കാരത്തിന്റെ സ്വിച്ച് ഓൺ വെള്ളിയാഴ്ച വൈകിട്ട് 7-ന് നടക്കും. തിരുനാളിനെ വരവേൽക്കാൻ പാവറട്ടിയും പരിസര പ്രദേശങ്ങളും ഒരുങ്ങിക്കഴിഞ്ഞു. പാവറട്ടി സെന്റ് തോമസ് ആശ്രമാധിപൻ ഫാദർ ജോസഫ് ആലപ്പാട്ട് ദേവാലയ ദീപാലങ്കാരത്തിന്റെ സ്വിച്ച് ഓൺ കർമ്മം നിർവഹിക്കും. തുടർന്ന് തെക്കുഭാഗം തിരുനാൾ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തിരുമുറ്റ മെഗാ ഫ്യൂഷൻ അരങ്ങേറും. ശനിയും ഞായറുമാണ് പ്രസിദ്ധമായ പാവറട്ടി തിരുനാൾ. ശനിയാഴ്ച രാവിലെ 10-ന് അതിരൂപത വികാരി ജനറൽ മോൺസിഞ്ഞോർ ജോസ് വെല്ലൂരാൻ കാർമ്മികത്വം വഹിക്കുന്ന നൈവേദ്യ പൂജയോടെ പാരിഷ് ഹാളിൽ നേർച്ചയൂട്ടിന് തുടക്കമാകും. വൈകിട്ട് 5:30 നടക്കുന്ന സമൂഹ ദിവ്യബലിക്കും കൂടുതുറക്കൽ ശുശ്രൂഷയ്ക്കും അതിരൂപത സഹായമെത്രാൻ മാർ ടോണി നീലങ്കാവിൽ മുഖ്യ കാർമ്മികത്വം വഹിക്കും. തുടർന്ന് തിരുനാൾ സൗഹൃദവേദിയുടെ തിരുനടയ്ക്കൽ മേളം അരങ്ങേറും. രാത്രി വിവിധ കുടുംബ യൂണിറ്റുകളിൽ നിന്നുള്ള വള എഴുന്നള്ളിപ്പുകൾ വാദ്യമേളങ്ങളുടെ അകമ്പടിയോടെ തീർത്ഥകേന്ദ്രത്തിലെത്തി സമാപിക്കും. പാവറട്ടി വിശുദ്ധ യൗസേപ്പിതാവിന്റെ തിരുനാളിനോടനുബന്ധിച്ച് ദേവാലയ പ്രദക്ഷിണ വീഥി വർണ്ണത്തോരണങ്ങൾ കൊണ്ട് അലങ്കരിച്ച് കമനീയമാക്കി. 200 അടി നീളവും 20 അടി വീതിയുമുള്ള പ്രദക്ഷിണ വഴിയിൽ വെള്ളി വർണ്ണത്തോരണങ്ങളാണ് മേലാപ്പ് ചാർത്തിയിട്ടുള്ളത്. 1 ക്വിന്റൽ വർണ്ണക്കടലാസാണ് തോരണങ്ങൾക്കായി ഉപയോഗിച്ചത്. അരങ്ങ് കമ്മിറ്റി കൺവീനർ എക്മിൻ തോമസിന്റെ നേതൃത്വത്തിലാണ് അലങ്കാരപ്പണികൾ നടക്കുന്നത്. വെള്ളി വർണ്ണത്തോരണങ്ങൾക്ക് ഇടയിൽ ലില്ലിപ്പൂക്കളുടെ വലിയ മാതൃകകളും സ്ഥാപിച്ചിട്ടുണ്ട്. പാവറട്ടി സെന്റ് ജോസഫ് തീർത്ഥകേന്ദ്രത്തിലെ വിശുദ്ധ യൗസേപ്പിതാവിന്റെ ഊട്ടുതിരുനാളിന് കലവറ ഒരുങ്ങി.
തീർത്ഥകേന്ദ്രത്തിന് സമീപമുള്ള ഊട്ടുശാലയിൽ പ്രസിദ്ധമായ ചെത്തുമാങ്ങ അച്ചാർ തയ്യാറാക്കുന്നതോടെ രുചിക്കൂട്ടുകൾക്ക് തുടക്കമാകും. പാവറട്ടി തിരുനാളിന്റെ വിശേഷങ്ങളുമായി ബന്ധപ്പെട്ട വാർത്തകളാണ്. പാവറട്ടി സെയിന്റ് ജോസഫ് തീർത്ഥകേന്ദ്രത്തിലെ വിശുദ്ധ യൗസേ പിതാവിന്റെ ഊട്ടുതിരുനാളിന് കലവറയും ഒരുങ്ങിക്കഴിഞ്ഞു. തീർത്ഥകേന്ദ്രത്തിന് സമീപമുള്ള ഊട്ടുശാലയിൽ പ്രസിദ്ധമായ ചെത്തുമാങ്ങ അച്ചാർ തയ്യാറാക്കുന്നതോടെയാണ് രുചിവട്ടങ്ങൾക്ക് തുടക്കമാകുന്നത്. 2500 കിലോ മാങ്ങയാണ് അച്ചാർ തയ്യാറാക്കുന്നതിനായി ഊട്ടുപുരയിലെത്തിച്ചത്. തീർത്ഥകേന്ദ്രം റെക്ടർ ഫാദർ ആന്റണി ചെമ്പകശ്ശേരിയുടെ ആശീർവാദത്തിനു ശേഷം അച്ചാറിനുള്ള മാങ്ങച്ചെത്ത് ആരംഭിച്ചു. അരിയും പല വ്യഞ്ജനങ്ങളും മറ്റു പച്ചക്കറികളും കൂടി എത്തുന്നതോടെ ഊട്ടുശാല കൂടുതൽ സജീവമാകും. ഊട്ടുനേർച്ചയിൽ ചോറ്, സാമ്പാർ, ഉപ്പേരി, ചെത്തുമാങ്ങ എന്നിവയാണ് വിളമ്പുക. 1.5 ലക്ഷം പേർക്കാണ് ഇത്തവണ നേർച്ച ഭക്ഷണം ഒരുക്കുന്നത്. ശനിയാഴ്ച രാവിലെ 10-ന് നൈവേദ്യ പൂജയ്ക്ക് ശേഷം നേർച്ച ഭക്ഷണം ആശീർവദിക്കും. തുടർന്ന് ആരംഭിക്കുന്ന ഊട്ട് ഞായറാഴ്ച 2 മണിവരെയുണ്ടാകും. പാവറട്ടി സമുദായ മഠം വിജയന്റെ നേതൃത്വത്തിലുള്ള 50ഓളം തൊഴിലാളികൾ പാചകശാലയിൽ രുചിവട്ടം ഒരുക്കുന്നതിനുള്ള തിരക്കിട്ട പണികളിൽ മുഴുകി. കൺവീനർ PL ഷാജു, ജോയിന്റ് കൺവീനർമാരായ സാബു ലൂയിസ്, ഷിബു കൊള്ളന്നൂർ, അരിവെപ്പ് കമ്മിറ്റി കൺവീനർ VR ജോൺ, കോർഡിനേറ്റർ വർഗീസ് തെക്കേക്കര എന്നിവർ ഊട്ടുശാലയിലെ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകും. 2 ദിവസങ്ങളായി നടക്കുന്ന നേർച്ചയൂട്ട് ഭക്തജനങ്ങൾക്ക് വിളമ്പി നൽകുന്നതിന് കൺവീനർ VT സൈമണിന്റെ നേതൃത്വത്തിൽ വിവിധ ഷിഫ്റ്റുകളിലായി സന്നദ്ധ സേനയെയും സജ്ജീകരിച്ചിട്ടുണ്ട്. TCV ന്യൂസ് പാവറട്ടി. പാവറട്ടി വിശുദ്ധ യൗസേ പിതാവിന്റെ തിരുനാളിനോടനുബന്ധിച്ച് മേഖലയിലെ ഹോട്ടലുകളിലും ബേക്കറികളിലും പാനീയ കടകളിലും ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥർ പരിശോധന നടത്തി. മുല്ലശ്ശേരി ബ്ലോക്ക് സാമൂഹ്യാരോഗ്യ കേന്ദ്രത്തിലെ ജീവനക്കാർ അടങ്ങുന്ന സംഘമാണ് പരിശോധന നടത്തിയത്. ചില സ്ഥാപനങ്ങളിൽ നിന്നും പഴകിയ ഭക്ഷണ സാധനങ്ങൾ പിടിച്ചെടുത്ത് നശിപ്പിച്ചു. ശുചിത്വം പാലിക്കാത്ത സ്ഥാപനങ്ങൾക്ക് നോട്ടീസ് നൽകി. തീർത്ഥകേന്ദ്രത്തിലെ ഊട്ടുശാലയിലും ഹോട്ടലുകളിലും ഭക്ഷണം പാകം ചെയ്യുന്നവർക്ക് ഹെൽത്ത് കാർഡ് നിർബന്ധമാക്കി. തിരുനാൾ കഴിയുന്നതുവരെ ആരോഗ്യവകുപ്പിന്റെ പ്രത്യേക സ്ക്വാഡ് പരിശോധനകൾക്കായി രംഗത്തുണ്ടാകുമെന്ന് മുല്ലശ്ശേരി സാമൂഹികാരോഗ്യ കേന്ദ്രം അധികൃതർ വ്യക്തമാക്കി. ഗുരുവായൂർ ക്ഷേത്രത്തിനകത്ത് കാണിക്കയിടുന്നതിനായി വെച്ചിരുന്ന ഉരുളിയിൽ നിന്നും പണം മോഷ്ടിച്ചയാളെ ഗുരുവായൂർ ടെമ്പിൾ പോലീസ് അറസ്റ്റ് ചെയ്തു. ചാഴൂർ സ്വദേശി തെക്കിനിയേടത്ത് വീട്ടിൽ സന്തോഷ് കുമാർ ആണ് അറസ്റ്റിലായത്. ഗുരുവായൂർ ക്ഷേത്രത്തിൽ നാലമ്പലത്തിനകത്തുള്ള ഗണപതി ക്ഷേത്രത്തിന് എതിർവശത്തുള്ള സരസ്വതി മണ്ഡപത്തിന്റെ മുന്നിൽ ഭക്തർക്ക് കാണിക്ക ഇടുന്നതിനായി വെച്ചിട്ടുള്ള ഉരുളിയിൽ നിന്നും 11,800ഓളം രൂപയാണ് പ്രതി കഴിഞ്ഞ ദിവസം മോഷ്ടിച്ചത്. ടെമ്പിൾ SI K ഗിരി, ASIമാരായ സാജൻ, രാജേഷ് കുമാർ, സീനിയർ സിവിൽ പോലീസ് ഓഫീസർമാരായ സുധാകരൻ, രതീഷ്, ഗോപകുമാർ എന്നിവരും അന്വേഷണ സംഘത്തിൽ ഉണ്ടായിരുന്നു. കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ പിന്നീട് റിമാൻഡ് ചെയ്തു. BJP ICUവിലാക്കിയ ഇന്ത്യൻ ഭരണഘടനയ്ക്ക് പ്രാണപ്രതിഷ്ഠ നടത്താനുള്ള കടമ ഈ തെരഞ്ഞെടുപ്പിൽ ജനങ്ങൾക്കുണ്ടെന്ന് CPM പോളിറ്റ് ബ്യൂറോ അംഗം വൃന്ദ കാരാട്ട്. LDF കാട്ടകാമ്പാൽ, പഴഞ്ഞി ലോക്കൽ കമ്മിറ്റികൾ സംയുക്തമായി ചിറക്കലിൽ സംഘടിപ്പിച്ച തെരഞ്ഞെടുപ്പ് റാലിയും പൊതുസമ്മേളനവും ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അവർ. ഇന്ത്യയിലെ നുണനിർമ്മാണ ഫാക്ടറിയുടെ ചെയർമാനായി പ്രധാനമന്ത്രി മാറിയിരിക്കുന്നു. ഇലക്ടറൽ ബോണ്ടിലൂടെ 8,500 കോടി രൂപ സമാഹരിച്ച BJPയാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ അഴിമതി പാർട്ടിയെന്നും അവർ ആരോപിച്ചു. CPI പഞ്ചായത്ത് സെക്രട്ടറി P രവീന്ദ്രൻ അധ്യക്ഷനായി. CPI സംസ്ഥാന കമ്മിറ്റി അംഗം AC മൊയ്തീൻ MLA, LDF മണ്ഡലം സെക്രട്ടറി AC മൊയ്തീൻ MLA, മണ്ഡലം സെക്രട്ടറി MN സത്യൻ, കൺവീനർ KT ഷാജൻ, CPI ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം EM സതീശൻ എന്നിവർ സംസാരിച്ചു. പ്രതിപക്ഷമില്ലാത്ത കേന്ദ്രഭരണമാണ് സംഘപരിവാറിന്റെ ലക്ഷ്യമെന്ന് CPM നേതാവ് പ്രകാശ് കാരാട്ട് ആരോപിച്ചു. ചാലക്കുടി ലോക്സഭാ മണ്ഡലത്തിലെ LDF സ്ഥാനാർത്ഥി പ്രൊഫസർ C രവീന്ദ്രനാഥിന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ ഭാഗമായി ശ്രീനാരായണപുരത്ത് നടന്ന റാലി ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. 10 വർഷക്കാലത്തെ മോദി ഭരണം രാജ്യത്ത് ജനാധിപത്യം ഇല്ലാതാക്കി. പ്രതിപക്ഷ പാർട്ടികളിലെ മുഖ്യമന്ത്രിമാരെ വേട്ടയാടുന്നതിലൂടെ അവരെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ നിന്നും വിലക്കുകയാണ് ലക്ഷ്യമെന്നും പ്രകാശ് കാരാട്ട് പറഞ്ഞു. ഇന്ത്യയെ ഹിന്ദു രാഷ്ട്രമാക്കാൻ ശ്രമിക്കുന്നതിലൂടെ മതേതര ജനാധിപത്യ സംസ്കാരം തകർക്കാനാണ് സംഘപരിവാർ ലക്ഷ്യമിടുന്നത്. BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ ന്യൂനപക്ഷ വിഭാഗങ്ങൾ 2ാം തരം പൗരന്മാരായാണ് പരിഗണിക്കപ്പെടുന്നത്. ഹിന്ദുത്വത്തിന്റെ തീവ്രതയിൽ മാത്രമാണ് കോൺഗ്രസും BJPയും തമ്മിൽ വ്യത്യാസമുള്ളത്. തെരഞ്ഞെടുപ്പ് പ്രചരണത്തിലൂടെ നരേന്ദ്രമോദി പ്രതിപക്ഷത്തിനെതിരെ മതവികാരം ഉയർത്താൻ ശ്രമിക്കുകയാണെന്നും വർഗീയ ധ്രുവീകരണത്തിന് ശ്രമിക്കുന്നതിനെതിരെ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സമീപിച്ചതായും പ്രകാശ് കാരാട്ട് പറഞ്ഞു. LDF SN പുരം തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ചെയർമാൻ CN സതീഷ് കുമാർ അധ്യക്ഷത വഹിച്ചു. ET ടൈസൺ MLA, KK അഷ്റഫ്, UP ജോസഫ്, PK ചന്ദ്രശേഖരൻ, PM അഹമ്മദ്, TP രഘുനാഥ്, മുഹമ്മദ് ചാമക്കാല, KV രാജേഷ്, AP ജയൻ എന്നിവർ സംസാരിച്ചു.
ഇന്ത്യയിലെ ഏകാധിപത്യ ഭരണത്തിന് അന്ത്യം കുറിക്കുന്നതാകും ഈ തെരഞ്ഞെടുപ്പെന്ന് UDF സ്ഥാനാർത്ഥി കെ മുരളീധരൻ പറഞ്ഞു. പാവറട്ടി മേഖലയിലെ തെരഞ്ഞെടുപ്പ് പര്യടനത്തിന് നൽകിയ സ്വീകരണത്തിൽ നന്ദി പറഞ്ഞ് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വി വേണുഗോപാൽ, CJ സ്റ്റാൻലി, OJ ഷാജൻ, ആൻഡോ ലിജോ, വിമല സേതുമാധവൻ, മീര ജോസ്, VM മുഹമ്മദ് ഗസാലി തുടങ്ങിയവരും സ്ഥാനാർത്ഥിക്കൊപ്പം ഉണ്ടായിരുന്നു. UDF ചേലക്കര നിയോജകമണ്ഡലം വനിതാ കൺവെൻഷൻ മഹിളാ കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് T. നിർമ്മല ഉദ്ഘാടനം ചെയ്തു. മഹിളാ കോൺഗ്രസ് ചേലക്കര ബ്ലോക്ക് പ്രസിഡന്റ് A. സൗഭാഗ്യവതി അധ്യക്ഷത വഹിച്ചു. മഹിളാ കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി രാജലക്ഷ്മി കുറുമാത്ത്, വനിതാ ലീഗ് ജില്ലാ ജനറൽ സെക്രട്ടറി ഐഷ ഉമർ, M. മഞ്ജുള, കോൺഗ്രസ് നേതാക്കളായ PM അനീഷ്, PI ഷാനവാസ്, E. വേണുഗോപാല മേനോൻ തുടങ്ങിയവർ പങ്കെടുത്തു. ഹരിദാസിനെ നമുക്ക് ഏറ്റവും നല്ല ഭൂരിപക്ഷത്തോടുകൂടി ഇവിടുന്ന് വിജയിപ്പിക്കണം. അപ്പോൾ നമ്മുടെ ഒരു വനിത അവിടെ ചെന്ന് ഡൽഹിയിൽ രാഹുൽ ഗാന്ധിക്ക് വേണ്ടി കൈപോക്കാൻ. പുതുക്കാട് മണ്ഡലത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ NDA സ്ഥാനാർത്ഥി സുരേഷ് ഗോപി പര്യടനം നടത്തി. മുപ്ലിയം, കുഞ്ഞക്കരയിൽ നിന്നും ആരംഭിച്ച പര്യടനം വരന്തരപ്പള്ളി, തൃക്കൂർ, നെന്മണിക്കര, അളഗപ്പനഗർ പഞ്ചായത്തുകളിൽ വോട്ട് അഭ്യർത്ഥിച്ച് മുന്നേറി. തൃക്കൂർ ആദൂർ കോളനിയിൽ എത്തിയ സുരേഷ് ഗോപിക്ക് സ്ത്രീകളും കുട്ടികളും അടക്കമുള്ളവർ ചേർന്ന് സ്വീകരണം നൽകി. ആമ്പല്ലൂർ, വടക്കുമുറി, കോനിക്കര, എറവക്കാട് എന്നിവിടങ്ങളിലും സുരേഷ് ഗോപി പര്യടനം നടത്തി. ചെങ്ങാലൂർ സൂര്യഗ്രാമം കപ്പേളയ്ക്കു സമീപത്തു നിന്ന് നിരവധി ഇരുചക്ര വാഹനങ്ങളുടെ അകമ്പടിയോടെ തുറന്ന വാഹനത്തിൽ പര്യടനം ആരംഭിച്ച് പുതുക്കാട് തുറവിൽ സമാപിച്ചു. KK അനീഷ് കുമാർ, A. നാഗേഷ്, VV രാജേഷ്, അരുൺകുമാർ പന്തല്ലൂർ, AG രാജേഷ് എന്നിവരും സ്ഥാനാർത്ഥിക്കൊപ്പം ഉണ്ടായിരുന്നു. ഞാൻ നിങ്ങൾക്ക് വേണ്ടി വർത്തിക്കുന്നവനായിരിക്കുമെന്ന് വാക്ക് തരുന്നു. എല്ലാവരും മറ്റുള്ളവരോടും പറഞ്ഞ് വോട്ട് ചെയ്യിക്കണം കേട്ടോ. നന്ദി, നമസ്കാരം. ലോക്സഭാ തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് അരിമ്പൂരിൽ LDF റാലിയും പൊതുയോഗവും സംഘടിപ്പിച്ചു. കൃഷിമന്ത്രി P. പ്രസാദ് പൊതുയോഗം ഉദ്ഘാടനം ചെയ്തു. KR ബാബുരാജൻ അധ്യക്ഷനായി. LDF നേതാക്കളായ TV ഹരിദാസൻ, VR മനോജ്, PK കൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു. നമ്മുടെ ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് VS സുനിൽകുമാറിന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണാർത്ഥം LDF ചിറ്റാറ്റുകര മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ റാലിയും പൊതുസമ്മേളനവും നടത്തി. കാക്കശ്ശേരിയിൽ നിന്നും ആരംഭിച്ച റാലി പൂവത്തൂരിൽ സമാപിച്ചു. തുടർന്ന് നടന്ന പൊതുസമ്മേളനം CPM സംസ്ഥാന കമ്മിറ്റി അംഗം ബേബി ജോൺ ഉദ്ഘാടനം ചെയ്തു. LDF മേഖലാ കമ്മിറ്റി പ്രസിഡന്റ് PG സുബിദാസ് അധ്യക്ഷത വഹിച്ചു. CPI ജില്ലാ കമ്മിറ്റി അംഗം KV വിനോദൻ, RJD ജില്ലാ സെക്രട്ടറി PL ഡൊമിനി, LDF മേഖലാ സെക്രട്ടറി ഷാജി കാക്കശ്ശേരി തുടങ്ങിയവർ സംസാരിച്ചു. LDF കയ്പമംഗലം ഈസ്റ്റ് മേഖലാ കമ്മിറ്റി തെരഞ്ഞെടുപ്പ് റാലിയും പൊതുസമ്മേളനവും നടത്തി. കാളമുറിയിൽ നിന്നും ആരംഭിച്ച റാലി ചളിങ്ങാട് സെന്ററിൽ സമാപിച്ചു. തുടർന്ന് നടന്ന പൊതുസമ്മേളനം ET ടൈസൺ MLA ഉദ്ഘാടനം ചെയ്തു. KV പ്രദീപ് കുമാർ അധ്യക്ഷനായി. IS കാസിം, PL പോൾസൺ തുടങ്ങിയവർ സംസാരിച്ചു. മാള പഞ്ചായത്ത് ഭരണസമിതി നിശ്ചയിച്ച കെട്ടിട വാടക സ്വീകരിക്കാതെ 6 ലക്ഷത്തോളം കുടിശ്ശികയാക്കി നോട്ടീസ് അയച്ചതിൽ പ്രതിഷേധിച്ച് മാള പ്രസ് ക്ലബ്ബ് വിശദീകരണ പൊതുയോഗം നടത്തി. 2019 പഞ്ചായത്ത് പൊതുവേദിയിൽ മാധ്യമ കൂട്ടായ്മയ്ക്ക് വേണ്ടി കെട്ടിടം അനുവദിച്ച് താക്കോൽ കൈമാറിയെങ്കിലും വാടക കരാർ ഒപ്പുവെച്ചിരുന്നില്ല. നിശ്ചയിച്ച വാടക ഈടാക്കുന്നതിന് പഞ്ചായത്തിന് നിയമാവലി ഇല്ലാതിരുന്നതാണ് തടസ്സമായിരുന്നത്. പഞ്ചായത്ത് ഉദ്യോഗസ്ഥർ നിശ്ചയിച്ചതനുസരിച്ചുള്ള വാടക അടയ്ക്കണമെന്നതാണ് ഇപ്പോൾ ആവശ്യപ്പെടുന്നത്. പഞ്ചായത്തിന്റെ വീഴ്ച കാരണമുണ്ടായ പ്രതിസന്ധിക്കെതിരെ മാള പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ നടത്തിയ പ്രതിഷേധ യോഗം KJU സംസ്ഥാന ജനറൽ സെക്രട്ടറി KC സ്മിജൻ ഉദ്ഘാടനം ചെയ്തു. മാള പ്രസ് ക്ലബ്ബ് പ്രസിഡന്റ് ഷാൻഡി ജോസഫ് തട്ടകത്ത് അധ്യക്ഷനായി. PK അബ്ബാസ്, CR പുരുഷോത്തമൻ, ലിൻഡീസ് ആൻഡോ, ശ്രീധരൻ കടലായിൽ എന്നിവർ പങ്കെടുത്തു. ദേവിയുടെ അപദാനങ്ങളുമായി കുത്തിയോട്ടപ്പാട്ട് പാടി ചെട്ടിക്കുളങ്ങര ദേശക്കാർ കൊടുങ്ങല്ലൂർ ശ്രീകുരുമ്പ ഭഗവതി ക്ഷേത്രത്തിൽ ദർശനം നടത്തി. 13 കരകളുടെ സംഘടനയായ ശ്രീദേവി വിലാസം ഹിന്ദുമത കൺവെൻഷൻ ട്രസ്റ്റ് ഭാരവാഹികൾ, കരനാഥന്മാർ, ദേവസ്വം ഭാരവാഹികൾ, ക്ഷേത്ര പൂജാരിമാർ, ക്ഷേത്ര കാരായ്മ അവകാശികൾ എന്നിവർ ചേർന്ന് കിഴിപ്പണവും പട്ടുടയാടയും കൊടുങ്ങല്ലൂർ അമ്മയ്ക്ക് സമർപ്പിച്ചു. കൊടുങ്ങല്ലൂർ വലിയ തമ്പുരാന്റെ പ്രതിനിധി രാജപ്രതിനിധി സുരേന്ദ്രവർമ്മ രാജയ്ക്ക് ചെട്ടിക്കുളങ്ങര ശ്രീദേവി വിലാസം ഹിന്ദുമത കൺവെൻഷൻ ട്രസ്റ്റ് വൈസ് പ്രസിഡന്റ് PK രജികുമാർ കാഴ്ചക്കുലയും
ദക്ഷിണയും സെക്രട്ടറി എം മനോജ് കുമാർ വസ്ത്രവും നൽകി. കരക്കാർ അമ്മയുടെ അപദാനങ്ങൾ വാഴ്ത്തിയുള്ള കുത്തിയോട്ടപ്പാട്ടുകൾ പാടി. കൊടുങ്ങല്ലൂരമ്മ ചെട്ടിക്കുളങ്ങര അമ്മയുടെ മാതാവായാണ് സങ്കല്പിക്കുന്നത്. ചടങ്ങുകൾക്ക് ജോയിന്റ് സെക്രട്ടറി ജി സതീഷ്, എക്സിക്യൂട്ടീവ് അംഗങ്ങൾ, തിരുവിതാംകൂർ ദേവസ്വം ഭാരവാഹികൾ തുടങ്ങിയവർ നേതൃത്വം നൽകി. എരുമപ്പെട്ടി പഞ്ചായത്തിലെ വയോജനങ്ങൾക്കുള്ള കട്ടിൽ വിതരണം കോൺഗ്രസ് മുടക്കിയെന്ന് ആരോപണം. കഴിഞ്ഞ സാമ്പത്തിക വർഷത്തെ പദ്ധതി നടത്തിപ്പിന്റെ ഭാഗമായി അപേക്ഷ നൽകിയ ഏകദേശം 487 പേർക്ക് കട്ടിൽ വിതരണം തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം വന്നതിന് മുൻപ് ടെൻഡർ നടപടി പൂർത്തീകരിച്ച് എഗ്രിമെന്റ് വെച്ച് ഉദ്ഘാടനം നടത്തി വിതരണം ആരംഭിച്ചിരുന്നു. ഈ പദ്ധതിയാണ് കോൺഗ്രസ് പരാതി നൽകി വിതരണം തടസ്സപ്പെടുത്തിയിരിക്കുന്നത്. LDF പഞ്ചായത്ത് കമ്മിറ്റിയാണ് ഇക്കാര്യം ആരോപിച്ചത്. സാധാരണക്കാർക്ക് ലഭ്യമാക്കേണ്ട പല പദ്ധതികളും കോൺഗ്രസ് പരാതി നൽകി മുടക്കിയെന്നും വികസന മുടക്കികളായ കോൺഗ്രസിനെ ജനങ്ങൾ തിരിച്ചറിയണമെന്നും LDF ആവശ്യപ്പെട്ടു. യോഗത്തിൽ ചെയർമാൻ KV ശങ്കരനാരായണൻ അധ്യക്ഷനായി. കൺവീനർ MS സിദ്ധൻ, S ബസന്തലാൽ, KM അഷ്റഫ്, M സന്തീഷ്, PT ദേവസി തുടങ്ങിയവർ സംസാരിച്ചു. കേരളം അയ്യങ്കാളിയുടെയും ശ്രീനാരായണ ഗുരുവിന്റെയും മണ്ണാണെന്നും BJPയുടെ വർഗീയ ഫാസിസ്റ്റ് രാഷ്ട്രീയം ഇവിടെ വിലപ്പോവില്ലെന്നും CPI അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി D രാജ. ചേർപ്പ് മഹാത്മാ മൈതാനിയിൽ നടന്ന തെരഞ്ഞെടുപ്പ് റാലിയും പൊതുയോഗവും ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു D രാജ. PR വർഗീസ് അധ്യക്ഷത വഹിച്ചു. അബ്ദുൾ വഹാബ്, രാജാജി മാത്യു തോമസ്, KP രാജേന്ദ്രൻ, CC മുകുന്ദൻ MLA തുടങ്ങിയവർ സംസാരിച്ചു. പൂലാനിയിലെ പാരമ്പര്യ കർഷകൻ പെരിങ്ങാത്ര മോഹനൻ പഴയകാലത്തെ ജീവിതത്തിന്റെ ബാക്കിപത്രമായി ചുരയ്ക്കക്കുംഭം തയ്യാറാക്കാൻ ഒരുങ്ങുന്നു. വിത്തുകൾ സൂക്ഷിക്കുന്നതിന് വർഷങ്ങൾക്ക് മുൻപും ഇത്തരത്തിൽ പാത്രം തയ്യാറാക്കാറുണ്ട്. 6 മാസം മൂപ്പുണ്ട് പാൽ ചുരയ്ക്കയ്ക്ക്. ചെത്തുതൊഴിലാളിയായിരുന്ന കാലത്ത് കള്ള് ശേഖരിക്കുന്നതിന് ഇവ ഉപയോഗിച്ചിരുന്നു. അക്കാലത്ത് ചെത്തുകാർ സ്ഥിരമായി ചുരയ്ക്കക്കുംഭത്തിലാണ് തെങ്ങിൽ നിന്ന് കള്ള് ചെത്തിയിറക്കിയിരുന്നത്. വിളകളുടെ വിത്തുകൾ ചുരയ്ക്കക്കുംഭത്തിൽ സൂക്ഷിച്ചാൽ കീടശല്യം തീരെയുണ്ടാകില്ലെന്ന് അരനൂറ്റാണ്ടായി കൃഷിയുമായി മല്ലിടുന്ന മോഹനേട്ടൻ പറയുന്നു. കൃഷിക്ക് ഉപയോഗിക്കാൻ ഇങ്ങനെ പൊട്ടിക്കുന്നുണ്ടെങ്കിലും വല്ലപ്പോഴൊക്കെ മൂത്ത് കയറുന്ന എടുക്കും. അത് നമ്മളത് അങ്ങനെ മൂപ്പിക്കാനിടും. അപ്പോൾ ഒരു 6 മാസം വേണം ഇത് ഇത്ര മൂത്ത് കിട്ടണമെന്നുണ്ടെങ്കിൽ. ഇത് കഴിഞ്ഞാൽ നമ്മൾ കള്ളും കുമ്പതിന് ചെത്തുള്ളപ്പോൾ ഞാൻ കുമ്പായിട്ട് ഉപയോഗിച്ചിട്ടുണ്ട്. പിന്നെ വീട്ടിൽ ഈ പയർ അങ്ങനെ വിത്തെല്ലുകളൊക്കെ ഇടാനായിട്ട് ഈ സാധനം ഉപയോഗിച്ചുകൊണ്ടിരിക്കാറുണ്ട്. കാരണം അങ്ങനെയുള്ളൊരു ഗുണം കൂടി ഉണ്ട് ഇതിന്. ചുരയ്ക്ക 2 ഇനമുണ്ട്, പാൽ ചുരയ്ക്കയും കയ്പച്ചുരയ്ക്കയും. കയ്പച്ചുരയ്ക്ക ഭക്ഷിച്ചാൽ ചിലർക്ക് ഛർദി അനുഭവപ്പെടാറുണ്ടെന്നാണ് കർഷകർ പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇവയെ മണ്ണിലിറക്കാൻ ആരും തയ്യാറുമല്ല. 6 മാസക്കാലമാണ് ചുരയ്ക്ക വള്ളിച്ചെടിയുടെ ആയുസ്. ഇളം പ്രായത്തിൽ തന്നെ വിളവെടുക്കും. കാലം തെറ്റിയാൽ ഇതിൻ്റെ ഉപയോഗം കുംഭനിർമ്മാണത്തിന് മാത്രം. നീണ്ട ഇടവേളയ്ക്ക് ശേഷം ചുരയ്ക്ക കൃഷി ഗ്രാമങ്ങളിലേക്ക് തിരിച്ചെത്തി തുടങ്ങിയിട്ടുണ്ട്. TCB ന്യൂസ്, ചാലക്കുടി. അടാട്ട് പാടശേഖരത്തിലെ പുത്തൻകോൾ പടവിൽ നെല്ല് കയറ്റി വന്ന ലോറി നിയന്ത്രണം വിട്ട് കോൾ ചാലിലേക്ക് ചെരിഞ്ഞു. ആർക്കും പരിക്കില്ല. അപകടത്തെ തുടർന്ന് ഫാം റോഡിൽ മണിക്കൂറുകളോളം ഗതാഗതം തടസ്സപ്പെട്ടു. സമീപത്തുണ്ടായിരുന്ന ചുമട്ടുതൊഴിലാളികളുടെ അവസരോചിതമായ ഇടപെടൽ മൂലം ലോറിയിലെ നെല്ല് ഭാഗികമായി ഇറക്കി JCBയുടെ സഹായത്തോടെ ലോറി റോഡിലേക്ക് കയറ്റി. കൊയ്ത്ത് കഴിഞ്ഞ് 15 ദിവസം കഴിഞ്ഞിട്ടും സപ്ലൈകോ ചുമതലപ്പെടുത്തിയ മില്ലുകാർ നെല്ലെടുക്കാൻ എത്താതിരുന്നതിനെ തുടർന്ന് സർക്കാർ നിർദ്ദേശപ്രകാരം മറ്റൊരു മില്ലുകാർ വന്ന് നെല്ലെടുത്ത് മടങ്ങുന്നതിനിടയിലാണ് ലോറി അപകടത്തിൽപ്പെട്ടത്. പുതിയതായി മണ്ണിട്ടുയർത്തിയ ഫാം റോഡിന്റെ അരിക് ഭാഗങ്ങളിലെ മണ്ണുറയ്ക്കാത്തതാണ് ലോറി ചാലിലേക്ക് ചെരിയാനിടയാക്കിയതെന്നാണ് സൂചന. തൃശൂർ അതിരൂപതയിലെ മാതൃകാ യൂണിറ്റ് പുരസ്കാരത്തിന് എരുമപ്പെട്ടി തിരുഹൃദയ ഫൊറോന പള്ളിയിലെ സെയിന്റ് സെബാസ്റ്റ്യൻസ് കുടുംബ യൂണിറ്റ് അർഹരായി. 2023-24 വർഷത്തെ പ്രവർത്തന മികവിനാണ് പുരസ്കാരം ലഭിച്ചത്. മാർ ജോസഫ് കുണ്ടുകുളം അനുസ്മരണ സമ്മേളനത്തിൽ മാർ ടോണി നീലങ്കാവിൽ നിന്നും യൂണിറ്റ് പ്രസിഡന്റ് CV ബേബി, സെക്രട്ടറി CJ സോജൻ, ട്രഷറർ MF സുനിൽ തുടങ്ങിയവർ ചേർന്ന് പുരസ്കാരം ഏറ്റുവാങ്ങി. എരുമപ്പെട്ടിയുടെ ചരിത്രത്തിൽ ഇടം നേടിയ തിരുഹൃദയ ഫൊറോന ദേവാലയം ഓർമ്മയാകുന്നു. ആധുനിക സൗകര്യങ്ങളോടുകൂടിയ പുതിയ ദേവാലയം നിർമ്മിക്കുന്നതിന് വേണ്ടിയാണ് 48 വർഷം മുൻപ് സ്ഥാപിച്ച ദേവാലയം പൊളിച്ചു നീക്കുന്നത്. എരുമപ്പെട്ടി എന്ന ഗ്രാമത്തെ അടയാളപ്പെടുത്തുന്ന പ്രധാന സ്തംഭങ്ങളിലൊന്നാണ് തിരുഹൃദയ ഫൊറോന ദേവാലയം. കാലം മാറ്റങ്ങൾ ആവശ്യപ്പെടുമ്പോൾ
അരനൂറ്റാണ്ടോളം പഴക്കമുള്ള ഈ ദൈവാലയവും വിസ്മൃതിയിലാവുകയാണ്. എരുമപ്പെട്ടി ഗ്രാമത്തിന്റെ ചരിത്രം പറയുമ്പോൾ തിരുഹൃദയ ഫൊറോന ദേവാലയത്തെ മാറ്റി നിർത്താൻ കഴിയില്ല. 1976 സ്ഥാപിച്ച ഈ ദേവാലയം എരുമപ്പെട്ടിയുടെ സാമൂഹിക രംഗത്ത് വലിയ സംഭാവനകൾ നൽകിയിട്ടുണ്ട്. 1893 എരുമപ്പെട്ടി ഇടവക രൂപീകൃതമായത്. അതിനു മുൻപ് കിലോമീറ്ററുകളോളം ദൂരമുള്ള വേലൂർ അർണൂസ് പാതിരി പള്ളിയെയാണ് ആരാധനയ്ക്കായി ആശ്രയിച്ചിരുന്നത്. 1896 പൂർവികരായ വിശ്വാസികൾ മരവും തെങ്ങോലയും വൈക്കോലും ഉപയോഗിച്ച് ശ്രമദാനത്തിലൂടെ എരുമപ്പെട്ടി ഇടവകയ്ക്ക് സ്വന്തമായി പള്ളി പണിത് ആരാധന ആരംഭിച്ചു. 1893 ഈ ഇടവക പള്ളി സാങ്ഷനായത്. അത് അന്ന് തൊട്ട് നമ്മുടെ കാരണന്മാർ ഇന്ന് കാണുന്ന ഈ പള്ളിപ്പറമ്പും എല്ലാം സംഭാവന ചെയ്തിട്ട് അന്ന് തൊട്ട് പള്ളി തുടങ്ങി. 1896 പഴയ പള്ളി വെഞ്ചരിച്ചു. അതിനുശേഷം പിന്നെ പള്ളി ഒന്നും ചെയ്തിട്ടില്ല. അതിൻ്റെ ഇടയ്ക്ക് കഴുക്കോലുകളൊക്കെ ഒന്ന് മാറി എന്നല്ലാതെ വേറെ യാതൊന്നും ചെയ്തിട്ടില്ല. ആ പഴയ രൂപത്തിലുള്ള പള്ളി തന്നെയായിരുന്നു. വർഷങ്ങൾ പിന്നിട്ടപ്പോൾ കുടുംബങ്ങളുടെ എണ്ണം വർദ്ധിക്കുകയും 1976 1000 പേർക്ക് ആരാധനയ്ക്കുള്ള സൗകര്യമൊരുക്കുക എന്ന ലക്ഷ്യത്തോടെ ഈ പള്ളി നിർമ്മിച്ചു. ഒരു ആരാധനാലയം എന്നതിനോടൊപ്പം എരുമപ്പെട്ടിയുടെ സാമൂഹിക വളർച്ചയിൽ ഈ ദേവാലയം വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട്. എരുമപ്പെട്ടിയിലെ വ്യാപാര സംസ്കാരത്തിന് തുടക്കം കുറിച്ചുകൊണ്ട് പള്ളി കോമ്പൗണ്ടിൽ മഹാവാണിഭ ചന്ത ആരംഭിച്ചു. ദൂരസ്ഥലങ്ങളിലുള്ളവർ പോലും കച്ചവടത്തിനായി ഇവിടെ എത്തിയിരുന്നു. യുവാക്കൾക്ക് തൊഴിൽ നൽകുന്ന പല സംരംഭങ്ങൾക്കും പള്ളി നേതൃത്വം നൽകി. വിദ്യാഭ്യാസത്തിന് പ്രാധാന്യം നൽകി പള്ളിയോട് ചേർന്ന് പള്ളിക്കൂടം ആരംഭിച്ചു. എരുമപ്പെട്ടിയുടെ പരിസര ഗ്രാമത്തിലെ മാറാരോഗം ചികിത്സിക്കുന്നതിനായി വിദേശ പങ്കാളിത്തത്തോടെ മരുന്നുകൾ സംഘടിപ്പിച്ച് ഹെൽപ്സ് എന്ന സംഘടന രൂപീകരിച്ച് പ്രവർത്തനം ആരംഭിച്ചു. അന്തരിച്ച ഡോക്ടർ ജോസ് വർഗീസിന്റെ നേതൃത്വത്തിലാണ് ചികിത്സ നടത്തിയിരുന്നത്. കോൺവെന്റിലെ സിസ്റ്റർമാർ സെർച്ച് എഡ്യൂക്കേഷൻ ട്രീറ്റ്മെന്റ് പദ്ധതി പ്രകാരം ഈ ഉദ്യമത്തിൽ പങ്കാളികളായി. ഇതോടൊപ്പം പല ജീവകാരുണ്യ സാമൂഹിക പ്രവർത്തനങ്ങൾക്കും പള്ളി നേതൃത്വം നൽകി. 1992 ഇടവക പള്ളി ഫൊറോന ദേവാലയമായി ഉയർത്തി. വിശ്വാസികളുടെ എണ്ണത്തിലെ വർധനവും നിലവിലെ പള്ളിയുടെ അസൗകര്യവും പഴക്കവുമാണ് ആധുനിക രീതിയിൽ സൗകര്യങ്ങളോടുകൂടിയ പുതിയ പള്ളി നിർമ്മിക്കുക എന്ന തീരുമാനത്തിലേക്ക് ഇടവകക്കാർ എത്തിച്ചേർന്നത്. എരുമപ്പെട്ടി പ്രദേശത്തിൻ്റെ വളർച്ചയിലൊക്കെ അത് നെടുന്തൂണായി നിൽക്കുന്ന ഒരു ദേവാലയം എന്ന രീതിയിൽ ഇതിൻ്റെ പുനർനിർമ്മാണം ഇവിടെ ആവശ്യം വന്നു. ഇവിടെ ഇടവക എണ്ണം കൂടുകയും ചെയ്തതിൻ്റെ സ്ഥലസൗകര്യത്തിൻ്റെ കുറവുകളൊക്കെ നിർവഹിക്കാൻ ഒരു പുതിയ ദേവാലയം നിർമ്മിക്കാൻ തീരുമാനിച്ചു. അങ്ങനെ അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ പുതിയ ദേവാലയത്തിൻ്റെ പണി ആരംഭിച്ചു. അതിന് പഞ്ചായത്തിൽ നിന്ന് അനുവാദം ലഭിച്ചു. അതിനുശേഷം അതിൻ്റെ പ്രവർത്തനങ്ങളായപ്പോൾ നിർമ്മാണ ജോലികൾ ആരംഭിച്ചുകൊണ്ടിരിക്കുന്നു. നിലവിലെ പള്ളി പൊളിച്ചു മാറ്റുന്നതിനോടൊപ്പം വികാരി ഫാദർ ജോഷി ആളൂരിന്റെ നേതൃത്വത്തിൽ ഇടവകക്കാരുടെ സഹകരണത്തോടെ പുതിയ പള്ളിയുടെ നിർമ്മാണം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. എരുമപ്പെട്ടിയുടെ സാമൂഹിക മേഖലയ്ക്ക് തിരുഹൃദയ ഫൊറോന ദൈവാലയം നൽകിയിട്ടുള്ള സംഭാവനകൾ എത്ര വർണ്ണിച്ചാലും മതിയാകില്ല. പുതിയ ദൈവാലയത്തിനും എരുമപ്പെട്ടിയുടെ ചരിത്രത്താളുകളിൽ ഇടം നേടാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. ദൃശ്യങ്ങൾ പകർത്തിയ ആൽഫ ബിജു, ഇബ്രാഹിം പഴൂർ എന്നിവർക്കൊപ്പം AM മുർഷിദ്, എരുമപ്പെട്ടി. രൂക്ഷമായ കുടിവെള്ളക്ഷാമം നേരിടുന്ന എരുമപ്പെട്ടി മങ്ങാട് പൈപ്പ് പൊട്ടി കുടിവെള്ളം പാഴാകുന്നത് അധികൃതർ കണ്ടില്ലെന്ന് നടിക്കുന്നതായി പരാതി. കുന്നംകുളം വടക്കാഞ്ചേരി റോഡിലെ വിവിധയിടങ്ങളിലാണ് പൈപ്പ് പൊട്ടിയിരിക്കുന്നത്. മങ്ങാട് സെന്റർ, സാംസ് ആശുപത്രിക്ക് സമീപം എന്നിവിടങ്ങളിലാണ് കുടിവെള്ളം വൻതോതിൽ ഒഴുകിപ്പോകുന്നത്. നിരവധി തവണ ഉദ്യോഗസ്ഥരെ വിവരമറിയിച്ചെങ്കിലും ആരും നടപടിയെടുക്കുന്നില്ലെന്നും നാട്ടുകാർ ആരോപിച്ചു. ചാലക്കുടി ലോക്സഭാ മണ്ഡലത്തിലെ LDF സ്ഥാനാർത്ഥി പ്രൊഫസർ C. രവീന്ദ്രനാഥിന്റെ പ്രചരണാർത്ഥം ഇടതുപക്ഷ കൂട്ടായ്മ ഒരുക്കുന്ന സാംസ്കാരിക സായാഹ്നം ഞായറാഴ്ച നടക്കുമെന്ന് സംഘാടക സമിതി ഭാരവാഹികൾ അറിയിച്ചു. വൈകിട്ട് 5-ന് കുഞ്ഞുകുട്ടൻ തമ്പുരാൻ ചത്തുരത്തിൽ നടക്കുന്ന പരിപാടിയിൽ നിയമവകുപ്പ് മന്ത്രി P. രാജീവ്, സാഹിത്യ അക്കാദമി പ്രസിഡന്റ് പ്രൊഫസർ K. സച്ചിദാനന്ദൻ, ജോൺ ബ്രിട്ടാസ് MP തുടങ്ങി സാമൂഹിക സാംസ്കാരിക രംഗത്തെ പ്രമുഖർ സാംസ്കാരിക സായാഹ്നത്തിൽ പങ്കെടുക്കും. CPM ഏരിയ സെക്രട്ടറി KR ജൈത്രൻ, സംഘാടക സമിതി ചെയർമാൻ CC വിപിൻ ചന്ദ്രൻ, കൺവീനർ അഡ്വക്കേറ്റ് അഷ്റഫ് സാബാൻ, വൈസ് ചെയർമാൻ KM ഗഫൂർ, ജോയിന്റ് കൺവീനർ സുധീർ ഗോപിനാഥ് തുടങ്ങിയവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. പുതുക്കാട് തെക്കേത്തുറവ് പള്ളത്ത് മഹാവിഷ്ണു നരസിംഹമൂർത്തി ക്ഷേത്രത്തിലെ നവീകരണ സഹസ്ര കലശം സമാപിച്ചു. ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ അമ്പഴപ്പള്ളി ശ്രീരാജ് ഭട്ടതിരിപ്പാടിന്റെയും വടക്കേടത്ത് പെരുമ്പടപ്പ് ഹരിനമ്പൂതിരിയുടെയും കാർമ്മികത്വത്തിൽ 18ഓളം വൈദിക ശ്രേഷ്ഠരാണ് 11 ദിവസത്തെ മഹായജ്ഞത്തിൽ പങ്കാളികളായത്. സഹസ്ര കലശാഭിഷേകത്തിന് ശേഷം ബ്രഹ്മകലശാഭിഷേകവും മഹാകുംഭാഭിഷേകവും അന്നദാനവും നടന്നു. കുനിശ്ശേരി അനിയന്മാരാരുടെ പ്രാമാണികത്വത്തിലുള്ള പഞ്ചവാദ്യവും അരങ്ങേറി.
4 പതിറ്റാണ്ടിലേറെ നീണ്ട സേവനത്തിന് ശേഷം സർവീസിൽ നിന്ന് വിരമിക്കുന്ന കരുമത്രയിലെ അസിസ്റ്റന്റ് പോസ്റ്റ്മാൻ മാധവനെ ആദരിച്ചു. കരുമത്ര